കേരളത്തിൽ വലിയ ത്രികോണ മത്സരം എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒറ്റ ഉത്തരവുള്ള തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലും ശക്തമായി തന്നെ 3 പാർട്ടികൾക്കും അടിത്തറയുണ്ട്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ 14 മണ്ഡലങ്ങളിൽ ആർക്കെല്ലാം വിജയിക്കാൻ കഴിയും? ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ്. ഇവയിൽ നേമത്തും വട്ടിയൂർക്കാവിലും BJPക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ്. കഴക്കൂട്ടത്തും കാട്ടാക്കടയും വിജയസാധ്യതയുണ്ട്. പക്ഷേ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ജയിക്കുമെന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, നേമം, വട്ടിയൂർക്കാവ്. പിന്നെ സ്ഥാനാർത്ഥികളെ ഇവിടെ ആശ്രയിച്ചിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പം വട്ടിയൂർക്കാവിലെ നേമത്തെ എന്തായാലും വിജയിക്കും. വട്ടിയൂർക്കാവിലൊക്കെ കോൺഗ്രസിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ഇവിടെ അറിയണം. അല്ല, വിജയിക്കുമെന്ന് പറയുമ്പോൾ CPMും കോൺഗ്രസും ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ ഒരു തിരിച്ചടി ഉണ്ടാകില്ല. അല്ല, അതിപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അങ്ങനെ തിരിച്ചടിക്കാൻ LDFനോ കോൺഗ്രസിനോ കഴിയത്തില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ തവണ തന്നെ മുരളീധരൻ മത്സരിക്കാനുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഒരു വലിയ സ്ഥാനാർത്ഥി എത്തുകയാണെങ്കിൽ ഇത്തവണ അങ്ങനെ സംഭവിക്കാൻ തോന്നുന്നില്ല. മുരളീധരനൊന്നും മത്സരിക്കില്ല. അങ്ങനെ ഇനിയിപ്പോൾ ചാവേറാകാനായിട്ടേ നിൽക്കത്തില്ല. അല്ല, അതുപോലെ ഏതെങ്കിലും ചാവേറിനെ വീണ്ടും കൊണ്ടുവരില്ലേ? എന്നാലും നേമത്തിൽ ജയിക്കാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ ഇത് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയെ കൂടെ ആശ്രയിച്ചിരിക്കും, 3 കൂട്ടരുടെയും സ്ഥാനാർത്ഥികളെ. അത് ആയാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ നിലയ്ക്ക് BJPക്ക് വിജയസാധ്യതയുണ്ട്. ഈ കഴക്കൂട്ടത്തെ കുറിച്ച് കഴക്കൂട്ടത്തിനും BJPക്ക് വിജയസാധ്യതയുണ്ട്. അല്ല, അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനമാണ്, 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതെ, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ 1000 വോട്ടിന് മാത്രമാണ് BJP 2ാം സ്ഥാനത്ത്. അതെ, നിലവിൽ അവിടുത്തെ MLAക്കെതിരെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അവിടെ പൂർണ്ണമായും പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ BJP വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല? അല്ല, അതിപ്പോൾ എന്ത് ആരോപണം വന്നാലും LDFന് ഒരു ശക്തമായ സംഘടനാ സംവിധാനമുണ്ടേ. അപ്പോൾ അത് ഈ ആരോപണങ്ങളെല്ലാം ഒരു പരിധിവരെ അവർക്ക് അതിൽ നിന്നൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റും, സംഘടനാ സംവിധാനം കൊണ്ടേ. അത് ഈ കോൺഗ്രസിനൊന്നും അങ്ങനെ വലിയ സംഘടനാ സംവിധാനം ഇല്ലല്ലോ, വളരെ മോശമാണ്. BJPക്ക് സംഘടനാ സംവിധാനമൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. CPM പോലെ തന്നെയുണ്ട്. അതിങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശബരിമല ഈ കൊള്ള നടന്നപ്പോഴേ ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അവരല്ലേ ഭരിക്കുന്നത്, കൊല്ലം ജില്ലാ പഞ്ചായത്ത്, ആലപ്പുഴയല്ലേ. അവർക്ക് സീറ്റ് പറഞ്ഞതേ ഉള്ളൂ, ഭരണം നഷ്ടപ്പെട്ടിട്ടില്ല. സീറ്റ് കൊല്ലം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് UDFന് 5 കിടന്നത്, ഇപ്പോൾ 13ആയി. വലിയ വർധനമാണ്. പക്ഷേ എന്നാലും അവർക്ക് ഭരണം കിട്ടിയിട്ടില്ല. കൊല്ലത്തും അങ്ങനെയാണ്. UDFന് 4 സീറ്റാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 9 or 10 ഇരട്ടിയായില്ലേ. ആലപ്പുഴ 2 സീറ്റായിരുന്നു ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിന്, UDFന്. ഇപ്പോൾ അവർക്ക് 8 4 ഇരട്ടിയായി. കോർപ്പറേഷൻ നഷ്ടമായിട്ടുണ്ട്. കോർപ്പറേഷൻ തിരുവനന്തപുരം നഷ്ടപ്പെട്ടു, കൊല്ലം നഷ്ടപ്പെട്ടു. അത് കോൺഗ്രസിന്. അല്ല, അതാണ് നഗരമേഖലകൾ കേന്ദ്രീകരിച്ച്, നഗരമേഖലകളിൽ കൂടുതൽ വിദ്യാഭ്യാസവും ഉണ്ട്. പിന്നെ കാര്യങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് സിറ്റിയിലെ. അവർ നിശബ്ദമായിട്ട് പ്രതികരിക്കുക, ബഹളമൊന്നും വെക്കാതെ. അല്ല, ആ ഒരു ഫലം തന്നെയായിരിക്കുമോ ഈ വരുന്ന നിയമസഭയിലും? നഗരപ്രദേശങ്ങളിൽ അനുകൂലമാകുമ്പോൾ അത് UDFന് അനുകൂലമായിട്ട് വരും. UDFനും BJPക്കും അനുകൂലം. ഗ്രാമപ്രദേശങ്ങൾ അല്ല, ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ വലിയ അനുകൂലം വരത്തില്ല. ആർക്കാണ് അനുകൂലം? അല്ല, LDFന് അനുകൂലം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വലിയ തോറ്റുപോകുന്ന ഒരു സ്ഥിതി വരത്തില്ല. അതായത് അവർക്ക് 20,000 ലീഡ് ഉണ്ടായിരുന്നത് ചിലപ്പോൾ 3,000 4,000 ചുരുങ്ങും. അപ്പം ജയിച്ചു പോകും. എന്നാലും അപ്പോൾ ഈ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ നെടുമങ്ങാട് LDF ജയിക്കുന്ന, കഴിഞ്ഞ തവണ ജയിച്ച സീറ്റാണ്, കഴിഞ്ഞ 2 തവണയും. അവർക്കൊക്കെ ഭൂരിപക്ഷം കുറയുന്നേ ഉള്ളൂ, അവർ ജയിക്കും. അല്ലെങ്കിൽ വർക്കല LDF ജയിച്ച സീറ്റാണ്. ഇവിടെ എല്ലാം
ഭൂരിപക്ഷം കുറയും. ഇപ്പോൾ 99 സീറ്റ്, ഇപ്പോൾ 98 സീറ്റാണ് LDFിനുള്ളത്. അതിലൊരു പകുതി പോലും അടുത്ത തവണ ജയിക്കത്തില്ല. ജയിക്കുന്നിടത്തും ഭൂരിപക്ഷം പകുതിയോ അല്ലെ കാൽഭാഗമായിട്ട് ചുരുങ്ങും. ഇപ്പം നമ്മളത് കണ്ടതാണ്. ചേലക്കരയിൽ 39,000 ജയിച്ച സീറ്റ്, രാധാകൃഷ്ണൻ ജയിച്ച സീറ്റ് 3 കൊല്ലം കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിൽ 12,000 ചുരുങ്ങി, 27,000 പോയി. 27,000 നഷ്ടപ്പെട്ടു. അത് കോൺഗ്രസിനും BJPക്കും ഉള്ള വിജയമല്ല. BJPക്ക് അവിടെ 33,000 വോട്ട് കിട്ടി ചേലക്കരയിൽ. ഇത്തവണ പഞ്ചായത്തും പിടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് ഒറ്റ കിട്ടിയിട്ടുണ്ട്. ഏത് പഞ്ചായത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. തിരുവല്ലാമ. എനിക്കത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയും ഈ അഴിമതിയൊക്കെ നടന്നിട്ടേ ഇവിടെയൊക്കെ ജില്ലാ പഞ്ചായത്ത് കിട്ടിയത്. ഞാൻ ജയിക്കുമെന്ന് തന്നെ പറഞ്ഞത്, അതെനിക്ക് മനഃശാസ്ത്രം അറിയാവുന്നതാണ്. അങ്ങനെ ജയിക്കുമെന്ന് പറഞ്ഞത്. വേറെ ഏത് രാജ്യത്തായാലും ഇത്ര അഴിമതി കാണിച്ചാൽ പച്ച തൊടുവോ? വലിയ ഇത്രയും 10 കൊല്ലം 9.25 കൊല്ലമായിട്ടേ. ഈ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ CPM പിടിച്ചെടുത്ത ഒരു സീറ്റായിരുന്നു അരുവിക്കര. അതിനെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കാണുന്നു? അത് അരുവിക്കരയിൽ കോൺഗ്രസിന് നല്ല സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. അവിടെ പിന്നെ ഈ വർഗീയതയുണ്ട്. നാടാർ ആണ് അവിടെ ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ. സ്റ്റീഫൻ എന്ന് പറയുന്നത് ഇയാൾ നായരാണ് നിന്നത് കോൺഗ്രസിൻ്റെ. ശബരിനാഥൻ. പിന്നെ ശബരിനാഥന് ഈ മുസ്ലിം ലീഗിന് ചില എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് ഒരു 3/4 ഭാഗവും സ്റ്റീഫൻ അങ്ങ് പോയി. ഇയാളുടെ എതിർപ്പ് കൊണ്ട്. അത് വർഗീയതയൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു നാടാരെ തന്നെ നിർത്തുവാണെങ്കിൽ ജയിക്കും. എനിക്ക് തോന്നുന്നത് ശക്തൻ ഉണ്ടല്ലോ, ശക്തനെ ചിലപ്പോൾ അവിടെ നിർത്താൻ കോൺഗ്രസ്. അങ്ങനെയാണ് ജയിക്കും. നാടാർക്ക് നല്ല വോട്ടുള്ള സ്ഥലമാണ്. എനിക്ക് അവിടെയാണ് വോട്ട്. ഈ അരുവിക്കരയാണ്. അല്ല, കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചിരുന്നോ ശബരി തോൽക്കുമെന്ന്? ശബരി തോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 5,000 വോട്ടിനാണ് തോറ്റത്. ഈ തരംഗം LDF അങ്ങത് തൂത്തുവാരിയപ്പോൾ ആ കൂട്ടത്തിൽ ജയിച്ചു പോയെന്നേ ഉള്ളൂ. കാരണം എല്ലാ സർവേകളും അവിടെ ശബരി വിജയിക്കുമെന്നാണ് പറഞ്ഞത്. ശബരി ജയിക്കുമെന്നാണ് ഞാനും കരുതിയത്. പിന്നീട് ഇത്തരത്തിൽ മത്സരം നടക്കുന്നതാണ് നെയ്യാറ്റിൻകര. അവിടെ നെയ്യാറ്റിൻകരയൊന്നും BJP ജയിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ അടുത്തൊന്നും വരത്തില്ല. ഒരു 25% വോട്ടൊക്കെ കിട്ടാം. അല്ല, അവിടെ വിജയിക്കാൻ സാധ്യത? വിജയിക്കാൻ അവിടെ UDF ജയിക്കാൻ ചെറിയ സാധ്യതയുണ്ട്. UDF അല്ലെങ്കിൽ LDF ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന ഈ നെയ്യാറ്റിൻകര ആയാലും പാറശാല ആയാലും കഴിഞ്ഞ തവണ LDFന്റെ ഭൂരിപക്ഷം 20,000 വോട്ടിന് മുകളിലാണ്. അവിടെ നിന്ന് വലിയ പരാജയത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ എങ്ങനെ സംഭവിക്കും? അത് ഈ ജനവിരുദ്ധ വികാരം ഉണ്ടല്ലോ എന്തായാലും. അതിൻ്റെ ഫലമായിട്ട് ജയിക്കുന്നിടത്ത് അവരുടെ ഭൂരിപക്ഷം കുറയും, ചിലയിടത്ത് തോറ്റു പോകും. മുഴുവനായി നോക്കുകയാണെങ്കിൽ 14-ൽ എത്ര സീറ്റായിരിക്കും UDFന് ലഭിക്കുക? UDFന് 14-ൽ ഒരു 4 അല്ലെങ്കിൽ 5 സീറ്റ് കിട്ടും. ഒന്ന് കോവളമായിരിക്കും, പിന്നെ തിരുവനന്തപുരം സിറ്റി മണ്ഡലം, സെൻട്രൽ മണ്ഡലം 2 പിന്നെ സാധ്യതയുള്ളത് വാമനപുരം 3. നെയ്യാറ്റിൻകര ഇപ്പോൾ 4. പിന്നെ സാധ്യതയുള്ള ഈ പറഞ്ഞ ഈ അരുവിക്കര. പിന്നെ LDFന് ഒരു 5 മുതൽ 6 വരെ. ഇപ്പോൾ അവർക്ക് 13 ഉണ്ട്. ഈ BJPക്ക് 2 മുതൽ 4 വരെ. ഇങ്ങനെയാണ് 4 മണ്ഡലങ്ങൾ. 2 എന്ന് പറയുന്ന ഒന്ന് കട്ടിയൂർക്കാവും നേമവും. പിന്നെ സാധ്യതയുള്ളത് ഈ കഴക്കൂട്ടം, കാട്ടാക്കട. ആറ്റിങ്ങലൊന്നും ജയിക്കത്തില്ല. കാട്ടാക്കടയിലെ നിലവിലെ MLA പരാജയപ്പെടുത്തുക ബുദ്ധിമുട്ടാണല്ലോ. അല്ല, അവിടെ ഈ ഒരു ബാങ്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താ അതിൻ്റെ പേര്? കണ്ടല ബാങ്ക്. അത് ഈ കാട്ടാക്കട തന്നെയാണ്. കാട്ടാക്കടയിൽ 1 കിലോമീറ്ററേ ഉള്ളൂ കണ്ടല ബാങ്ക്. ഒത്തിരി പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ബാധിക്കും. ഇപ്പം തന്നെ കാട്ടാക്കട പഞ്ചായത്തിൽ BJPക്കൊന്നും ഒരു വാർഡിൽ പോലും മെമ്പർമാരില്ലായിരുന്നു. ഇപ്പം ജയിച്ചിട്ട് 2 പേരോ 3 പേരോ ജയിച്ചിട്ടുണ്ട് കാട്ടാക്കട പഞ്ചായത്തിൽ. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ 2 പഞ്ചായത്ത് ഭരണമുണ്ട്. മാറനല്ലൂർ. ഇതെല്ലാം LDFന്റെ വോട്ടാണ് കുറയുന്നത്.
അപ്പോൾ BJPക്ക് വിജയസാധ്യതയുണ്ട്, ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് ഈ 3 കൂട്ടരുടെയും സ്ഥാനാർത്ഥി ആരെന്നും കൂടെ അറിയണം. കഴിഞ്ഞ തവണ കാട്ടാക്കട ഒരു നായർ സ്ഥാനാർത്ഥിയാണ് BJP നിന്നത്, മലയൻകീഴ് വേണുഗോപാലൻ. അല്ല, BJP കൃഷ്ണദാസാണ്. അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് കോൺഗ്രസിന് ഒത്തിരി വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ശക്തൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് കിട്ടും. N ശക്തനായിരുന്നു നേരത്തെ അവിടുത്തെ MLA. പുള്ളി അവിടെ 11 ജയിച്ചിട്ടുണ്ട്, 16-ൽ തോറ്റുപോയി, 21-ലും തോറ്റുപോയി. ഇനി ഇത് ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം എത്ര നല്ല MLA ആയാലും അവരെ ബാധിക്കും. ഇപ്പം IB സതീഷ് മേജക്കുള്ള ആളാണ്, പക്ഷേ പിണറായിയോടുള്ള എതിർപ്പ് ആര് തന്നാലും വരും. നല്ല സ്ഥാനാർത്ഥി ആയാലും അത് ബാധിക്കും. മോശം സ്ഥാനാർത്ഥിയാകും കൂടുതൽ ബാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിലമ്പൂരൊക്കെ ബൈ ഇലക്ഷന് LDF തോറ്റില്ലേ, അത്ര നല്ല സ്ഥാനാർത്ഥി BJPക്ക് അല്ല LDFന് കിട്ടാനില്ലല്ലോ, എന്നിട്ട് തോറ്റില്ലേ. അതൊക്കെ ഈ ഭരണത്തിനോടുള്ള എതിർപ്പാണ്. ആര് നിന്നാലും അതുകൊണ്ടാവും. സ്ഥാനാർത്ഥി നല്ലതായതുകൊണ്ട് മാത്രം ജയിക്കത്തില്ല. പിന്നെ അതൊരു ഘടകമൊക്കെയാണ്. അവർക്ക് കുറച്ച് ശക്തിയുള്ളിടവും കൂടെ ആകുമ്പോൾ നല്ല സ്ഥാനാർത്ഥി എന്നാൽ ജയിക്കും. അത് തരംഗം ഉണ്ടെങ്കിൽ പിന്നെ ഏത് കുറ്റിച്ചൂല് വന്നാലും ജയിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ഇതനുസരിച്ച് കേരളത്തിൽ മൊത്തം പറഞ്ഞാൽ 78 മുതൽ 90 വരെ UDF, 70 മതി, 71 മതിയല്ലോ ഭരിക്കാൻ. അപ്പം എൻ്റെ ആവറേജ് എടുത്താൽ 84 വരും. LDFന് 42 മുതൽ 55 വരെ, അതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ 50 വരും. BJPക്ക് 2 മുതൽ 10 വരെ, അതിൻ്റെ ആവറേജ് എടുത്താൽ 5 വരും, 6 വരും. BJPക്ക് ഇത് രണ്ടും കൂടാതെ പിന്നെ കിട്ടാനുള്ള കായംകുളം ചെറിയ സാധ്യതയുണ്ട്. പിന്നെ കാസർഗോഡ് മഞ്ചേശ്വരം, കോട്ടയത്ത് പൂഞ്ഞാർ ചിലപ്പോൾ PC ചിലപ്പോൾ ജയിച്ചെന്ന് വരാം. ഉറപ്പ് പറയാനൊക്കെ സാധ്യതയായി. പിന്നെ ഇത്തരം സീറ്റുകളൊക്കെ ഉള്ളൂ ജയത്തിലേക്ക് വരാവുന്നത്. പിന്നെ തൃപ്പൂണിത്തുറ ചിലപ്പോൾ ഈ ഇവരെ 2020 കൂടെ ചേർന്നത് കൊണ്ട് ചിലപ്പോൾ സാധ്യതയുണ്ട്. ചിലപ്പം അവർ 2020ക്കും ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടിയെന്ന് വരാം. എറണാകുളം ജില്ലയിൽ കുന്നത്താട് അവർക്കിപ്പോൾ 50,000 വോട്ടുണ്ട് കഴിഞ്ഞ. പക്ഷെ അവർക്ക് വേറൊരു കുഴപ്പം വന്നിട്ടുണ്ട്. NDA ചേർന്നപ്പം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ള അവരുടെ അനുയായികളെല്ലാം മാറി. ഇപ്പം അവിടെ ഒരു ബ്ലോക്ക് മെമ്പറും ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് അവർക്ക് ക്ഷീണം ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ BJPയുടെ വോട്ടും കൂടെ ചേരുമ്പം ചിലപ്പോൾ അവർ കടന്നു പോയെന്ന് വരാം. അവർക്ക് അവിടെ എറണാകുളം ജില്ലയിലേ ഉള്ളൂ ശക്തി ഈ 2020ക്ക്. എറണാകുളത്ത് അവിടെ ഒരു 8 മണ്ഡലത്തിലേലും അവർക്ക് നല്ല ശക്തിയാണ്. ഒരു 15,000-ന് മുകളിൽ വോട്ടുണ്ട്. കുന്നത്തുനാടി 46,000 മറ്റേ കിട്ടി. ഞാൻ വിചാരിച്ചത് 2020 UDFൻ്റെ കൂടെ പോകുമെന്നാണ് കരുതിയത്. അങ്ങനെ പോയില്ല. പുതിയ കക്ഷികൾ ഏതെങ്കിലും വരുമോ UDFലോ BJPയിലേക്ക്? BJPയിൽ ഇനി കക്ഷികളൊക്കെ വരാൻ എളുപ്പമല്ല. പിന്നെ മാണി ഗ്രൂപ്പിലൊക്കെ പിളർന്ന ഒരു ഘടകം ഒരു ഭാഗം അങ്ങോട്ടൊക്കെ പോയെന്നൊക്കെ വരാം. മാണി ഗ്രൂപ്പിൻ്റെ ഞാനിപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ ഫെബ്രുവരി 15-നകം ജോസ് കെ മാണിയുടെ വിഭാഗം UDFയിൽ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വരുമെന്ന് തന്നെയാണ്. അതായത് മൊത്തമായിട്ടല്ലേലും പിളർന്നെങ്കിലും ഒരു ഘടകം, ഏതെങ്കിലും ഒരു വിഭാഗം UDFയിൽ വരുമെന്ന് തന്നെയാണ് കേട്ടത്. ഈ ഫെബ്രുവരി 15 എന്നുള്ള ഡേറ്റ് ചിലപ്പോൾ മാറിപ്പോയെന്ന് വരും. അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് പിളരാൻ നല്ല ചാൻസാണ്. അത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇവർക്കൊരു പിളർപ്പുള്ളതാണ്. 21-ലെ തെരഞ്ഞെടുപ്പ് കാലത്താണ് ജോസഫ് ഗ്രൂപ്പും മാണിയും വേറെ ആയേ. ഒരു കൂട്ടർ LDFലും ഒരു കൂട്ടർ UDF. ഈ
തെരഞ്ഞെടുപ്പിലും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ജോസ് കെ മാണിക്ക് ഇതിൽ ആരും ജയിക്കരുതെന്ന് ആഗ്രഹം കാണും. ജയിച്ചാൽ ഇയാൾക്ക് മുകളിലാവത്തില്ലേ. ഇപ്പം തന്നെ റോഷി അഗസ്റ്റിൻ മന്ത്രി, ഇയാൾക്ക് വല്ല സാധനമുണ്ടോ രാജ്യ ചെയർമാൻ? പക്ഷെ ഇപ്പോൾ MP ഇല്ല. ഇപ്പൊ MP ആണ്. അല്ല, അവരുടെ പാർട്ടിക്ക് ലോക്സഭയിൽ MP ഇല്ല, രാജ്യസഭയിൽ ഇയാൾ മാത്രമാണ്. അല്ല, അങ്ങനെ MLA കൂടെ ഇല്ലാതാവുമ്പോൾ പാർട്ടി പൂർണ്ണമായിട്ട് തകർച്ചയിലേക്ക് പോകില്ല. എന്നാലും ഇയാൾക്ക് തലയ്ക്ക് മുകളിൽ വേറെ ആൾ വരരുതെന്നാണ് ആഗ്രഹമായി. പാർട്ടി നശിച്ചാലും വേണ്ടുകയില്ല, എനിക്ക് മുകളിലാരും വരരുതെന്നുള്ള കാണും. ഇപ്പോൾ ഈ തോറ്റതോടുകൂടി ഇയാളുടെയൊക്കെ പണി തീർന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ അതെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മുഴുവൻ റോഷി അഗസ്റ്റിനല്ലേ. അങ്ങനെ ഒരു സ്ഥിതി വരരുതെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. പാർട്ടി തോറ്റാലും വേണ്ടത്തില്ല. അങ്ങനെയായിരുന്നില്ല 2006 അച്യുതാനന്ദൻ ടിക്കറ്റ് കൊടുക്കാതിരുന്നില്ലേ ആദ്യം. ഇവർ വിചാരിച്ചെന്നറിയാമോ, ഭരണം കിട്ടിയില്ലെങ്കിലും വേണ്ട, ഈ കളവിനെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കത്തില്ല എന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. പിന്നെ സഖാക്കൾ കയറി ഇത് പ്രകടനം നടത്തിയാണ് ടിക്കറ്റ് കൊടുത്തത്. അന്ന് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ്, പാർട്ടിക്ക് ഭരണമില്ലെങ്കിലും വേണ്ടുകയില്ല, ഇയാളെ മുഖ്യമന്ത്രിയാക്കത്തില്ലെന്നായിരുന്നു പിണറായിക്കൊണ്ടായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിലും അതറിയാമല്ലോ, ഇവിടെ പാളയത്തൊക്കെ പ്രകടനം നടന്നല്ലോ. സാധാരണ അണികൾ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. സംഘടനാ സംവിധാനമേ വെച്ച് അവരെ ഒതുക്കാനൊന്നും പറ്റത്തില്ല, നേതാക്കന്മാരെ ഒതുക്കാൻ പറ്റത്തുള്ളൂ. പൊതുജനത്തെ അങ്ങനെ ഒതുക്കാൻ പറ്റുമോ? നീലേശ്വരത്ത് ഒരു VS ഓട്ടോ സ്റ്റാൻഡ് തന്നെയുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം, കാഞ്ഞങ്ങാട്. അങ്ങനെ വലിയ ജനപിന്തുണയുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ഒതുക്കാൻ നോക്കിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.